ഒരു അച്ഛനും അമ്മയും 2 പെൺകുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം. മൂത്ത പെൺകുട്ടിക്ക് വെറും 15 വയസ്സ് മാത്രം പ്രായം. ഈ കൊല്ലം SSLC എഴുതാൻ നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു. മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു. വളരെ ആവേശത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും SSLC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയും കൂടിയായിരുന്നു. SSLCക്ക് വെറും ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഒരു പുലർച്ചെ ഈ കുട്ടിയെ കാണാതാകുന്നു. സ്വന്തം സഹോദരിയോടൊപ്പം തലേ ദിവസം രാത്രി കിടന്നുറങ്ങിയിരുന്ന ഈ കുട്ടി പുലർച്ചെ കാണാതെയാകുന്നു. ചേച്ചി ഈ വീട്ടിൽ എവിടെയും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ ആ സഹോദരി ഈ വിവരം അവരുടെ മാതാപിതാക്കളെ അറിയിക്കാൻ തീരുമാനിക്കുന്നു. വളരെയധികം നെഞ്ചിടിപ്പോടുകൂടിയും ഇടറിയ ശബ്ദത്തോടു കൂടിയും അവൾ അവളുടെ മാതാപിതാക്കളോട് കാര്യം പറഞ്ഞു. ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും അടുത്ത നിമിഷം തന്നെ മകൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ അവർ ആരംഭിച്ചു. കാരണം വളരെയധികം വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരു ഉൾപ്രദേശത്താണ് അവരുടെ വീട്. തൊട്ടടുത്ത് കാടും. അത് താണ്ടി അവൾ ഒറ്റയ്ക്ക് ഒരിക്കലും എവിടെയും പോകില്ല എന്നുള്ള വിശ്വാസവും അവർക്കുണ്ടായിരുന്നു. പിന്നെ അധികം ദൂരം പോകാനുള്ള സമയമായിട്ടില്ല എന്നുള്ള ചിന്തയും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഉടനടി അവർ മകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അവളുടെ ഫോണിലേക്ക് അവർ വിളിച്ചു നോക്കി. ആദ്യം റിങ് ചെയ്തെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫ് എന്നാണ് കാണിച്ചിരുന്നത്. വീട്ടിലും പരിസരത്തും എവിടെയും അവൾ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ ഉടനടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയായിരുന്നു. പരാതി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം പുറത്തേക്ക് വന്നത്. ഇവരുടെ വീടിന് തൊട്ടടുത്തൊരു വീട്ടിൽ ഒരു 42 വയസ്സുള്ളൊരു യുവാവ്, ആ മനുഷ്യനെയും ഈ കുട്ടി മിസ്സിംഗ് ആയ സമയം തൊട്ട് കാണാതായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നിഗമനം എന്ന് പറഞ്ഞത് തന്നെ ഇവർ രണ്ടുപേരും കൂടി പ്രണയത്തിലായിരുന്നു, അവർ ഒളിച്ചോടി പോയതായിരിക്കും എന്നൊരു നിഗമനത്തിലാണ് പോലീസും വീട്ടുകാരും എത്തിയത്. അന്വേഷണം ആരംഭിച്ചപ്പോൾ മുതൽ പോലീസുകാർ ആദ്യത്തെ നിഗമനമായിട്ട് പറഞ്ഞത് ഇവർ രണ്ടുപേരും പ്രണയത്തിലായിരിക്കും, അവർ ഒളിച്ചോടി പോയതായിരിക്കും എന്നുള്ളൊരു നിഗമനമാണ് ആദ്യം പുറത്തേക്ക് വന്നത്. പോലീസുകാർ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഫോൺ ട്രേസ് ചെയ്തപ്പോൾ ആ വീടിൻ്റെ പരിസരത്ത് തന്നെ 200 മീറ്ററിനുള്ളിൽ തന്നെയാണ് ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവർ ആ പരിസരത്താണ് കൂടുതലും അന്വേഷണം തുടങ്ങിയിരുന്നത്. ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കാടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാടിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു അവർ ആദ്യം തന്നെ അന്വേഷണം തുടങ്ങി വെച്ചത്. എന്നാൽ ഈ പരിസരത്തൊന്നും തന്നെ അവരെ കാണാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അവരുടെ ഒരു വിവരവും പോലീസുകാർക്ക് കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അന്വേഷണം നിർത്തിവെക്കുകയാണ് ചെയ്തത്. ഇവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു, അതുകൊണ്ട് ഒളിച്ചോടി പോയിട്ടുണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെ അവരെത്തി. എന്നാൽ ഈ കുട്ടിക്ക് വെറും 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, പ്രായപൂർത്തി കൂടി ആയിട്ടില്ല. ഈ കൂടെ പോയി എന്ന് കരുതപ്പെടുന്ന വ്യക്തിക്ക് 42 വയസ്സ് പ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മാതാപിതാക്കൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തികരമല്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എത്തിയിട്ട് അവർ കോടതിയിൽ പോയി ഹർജി കൊടുത്തു. പോലീസുകാരുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തികരമല്ല, ഞങ്ങളുടെ മകളെ മിസ്സിങ് ആയിട്ട് കുറച്ച് ദിവസമായി, ഒന്നും കൂടി ഒന്ന് അന്വേഷിക്കണം എന്നുള്ളൊരു പരാതിയായിട്ട് കൊടുത്തിരുന്നു. അങ്ങനെ ഒരു പുനരന്വേഷണം ആരംഭിച്ചു. പിന്നീട് കണ്ടെത്താനായത് ഒരു മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന ഇവരുടെ മൃതദേഹങ്ങളായിരുന്നു. ഈ മൃതദേഹങ്ങൾക്ക് പഴക്കമെത്തിയിരുന്നു, കാരണം കുറേ ദിവസമായാലും കാണാതെയായിട്ട്. എന്നാൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയതാവട്ടെ ഇവരുടെ വീടിന് പരിസരത്ത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെ വിസ്തൃതിയുള്ളൊരു പരന്ന് കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഇവരുടെ വീട്. തൊട്ടടുത്തൊരു കാടുമായിരുന്നു. ഈ പരന്ന് കിടക്കുന്ന പ്രദേശത്ത് മൈതാനമുണ്ട്, കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് പോലും ഇവിടെ ഒരു മരത്തിൽ 2 മൃതദേഹങ്ങൾ കെട്ടിത്തൂങ്ങിക്കിടക്കുന്നത് ഒരു മനുഷ്യനും കണ്ടില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഇത്ര ദിവസം പഴക്കം ചെന്ന 2 മൃതദേഹങ്ങളിൽ നിന്ന് ഒരു ദുർഗന്ധം പോലും പരിസരവാസികൾക്കൊന്നും ലഭിച്ചില്ല എന്ന് പറയുന്നൊരു കാര്യമാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. തുറന്നു കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ടാവാം ചിലപ്പോൾ ഈ മൃതദേഹങ്ങളിൽ നിന്ന് ദുർഗന്ധങ്ങളൊന്നും ലഭിക്കാതിരുന്നത്. പിന്നീട് പറയുന്നത് ഈ മൈതാനത്തിൻ്റെ അടുത്ത് തന്നെ കോഴി ഫാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ദുർഗന്ധം ശ്രദ്ധിക്കാതെ പോയതെന്നും പറയുന്നുണ്ട്. ഇനി ഇവർ ആത്മഹത്യ ചെയ്തതാണോ അതോ
ആരെങ്കിലും കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണോ എന്നൊന്നും അറിയില്ല. അതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർ. ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.